ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരുന്നോളൂ കേട്ടോ. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let's read a story. എന്താണ് പറയുന്നത്? എക്സസ് ഓഫ് വാട്ടർ കൂടിക്കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കാർസിറ്റി ഓഫ് വാട്ടർ, വെള്ളം ഇല്ലാത്തൊരവസ്ഥ, വെള്ളത്തിന് ക്ഷാമം വരുന്നതോ അതും ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള, വെള്ളത്തിൻ്റെ ക്ഷാമം വരുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. റെബേക്ക ദ ചേഞ്ച് മേക്കർ. In the land of the Maasai in southwest Kenya, there was a girl named Rebecca. സൗത്ത് വെസ്റ്റ് കെനിയയിലുള്ള മാസൈ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് റെബേക്ക എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. Her family kept cattle, sheep and goats and depended on farming the land for food. After school time, Rebecca used to help her family and take care of the animals on the farm. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവളുടെ വീട്ടിൽ, അവളുടെ ഫാമിലി എങ്ങനെയാണ്? ഫാമേഴ്സാണല്ലേ. ഫുഡിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നവരും അതുപോലെ തന്നെ ആടിനെയും ചെമ്മരിയാടിനെയും മറ്റു കന്നുകാലികളെയൊക്കെ വളർത്തുന്ന ഒരു ഫാമിലിയാണ് അവളുടേത്. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. അവൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അവളുടെ കുടുംബക്കാരോടൊപ്പം എനിമൽസിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്, അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. അങ്ങനെ ഒരു നല്ല ചൂടുള്ള ഒരു ദിവസം റെബേക്കയുടെ അമ്മ ഇരുന്നു കരയുന്നതാണ് റെബേക്ക കാണുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? നമ്മുടെ ഈ വർഷത്തെ വിളകളെല്ലാം, കൃഷി ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വിളകളെല്ലാം നശിച്ചു പോകും, കേടായി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. ചിലപ്പോൾ നമ്മുടെ ആടുകളും ചെമ്മരിയാടുകളും എല്ലാം ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അങ്ങനെ റെബേക്ക സ്കൂളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ടീച്ചറോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഇത്രയും കുറച്ച് മഴ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിതൗട്ട് റെയിൻ സെഡ് ഹെർ ടീച്ചർ. നമുക്ക് ഒരുപാട് ദിവസങ്ങൾ, മഴയില്ലാത്ത ഒരുപാട് ദിവസങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. When we have no rain, plants cannot grow. If there are no crops for food and no water to drink, our animals will die. എന്താണ് പറയുന്നത്? നമുക്ക് മതിയായി മഴ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒന്നും ഗ്രോ ചെയ്യില്ല, ചെടികളൊന്നും വളരില്ല, അതുപോലെ നമുക്ക് വിളകൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, നമ്മളുടെ ആനിമൽസ് എല്ലാം ചത്തുപോവുകയും ചെയ്യും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. കുറച്ച് സമയത്തേക്ക് ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും സൈലൻ്റ് ആയിരിക്കുകയാണല്ലേ. ദ വർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അവരെല്ലാവരും അവരുടെ ഫാമിലീസിനെ കുറിച്ചിട്ടും അവരുടെ ആനിമൽസിനെ കുറിച്ചും അവരുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്കെല്ലാവർക്കും പേടി തോന്നുകയാണ്. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റെബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അതിനുശേഷം റെബേക്ക അവളുടെ സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് മഴയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അവൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് അവളെ മനസ്സിനെ ഉണർത്തുകയാണ്. അവൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ബോധേഡ് ആവാൻ വേണ്ടി തുടങ്ങി. The whole world is getting hotter and there is less rain. She learned a new term, climate change. അവൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഈ വേൾഡ് കൂടുതൽ, ഈ ലോകം മുഴുവൻ കൂടുതൽ ചൂടായും കൊണ്ടേ ഇരിക്കുകയാണ്, അതുപോലെ തന്നെ മഴ വളരെ കുറച്ചേ ഉള്ളൂ.
പിന്നെ അവളൊരു പുതിയ ടേം പഠിക്കുകയാണ്. എന്താണ് പുതിയ ടേം? ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം. അതായത് നമ്മുടെ മഴ പെയ്യേണ്ട സമയത്ത് വെയിൽ വരിക, വെയിലിൻ്റെ സമയമാകുമ്പോൾ ചെറുതായിട്ടുള്ള മഴ പെയ്യുക. ഈ കാലം മാറിയിട്ട് ഉള്ള മഴയും വെയിലും ഒക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Cars, buses and aeroplanes are polluting the air. Trees are being cut down and used to make buildings. Huge piles of trash are thoughtlessly buried in the ground. കാറെന്നും ബസ്സെന്നും എയ്റോപ്ലെയിനൊക്കെ ഉണ്ടാകുന്ന എയർ, നമ്മുടെ പുക നമ്മുടെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന മലിനമാക്കുകയാണ്. അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ച് അവിടെ ബിൽഡിങ്സ് പണിയുന്നു. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. വലിയ വേസ്റ്റിൻ്റെ കൂമ്പാരങ്ങൾ. ട്രാഷ് മീൻസ് വേസ്റ്റ്. പൈൽസ് എന്ന് പറഞ്ഞാൽ വലിയ കൂമ്പാരങ്ങൾ. വലിയ വേസ്റ്റിൻ്റെ കൂമ്പാരങ്ങൾ എന്താണ്? ഭൂമിയിലോട്ട് വലിച്ചെറിയുകയാണ്. അവർ ഭൂമിയിൽ കുഴിച്ചിടുന്നു, വലിച്ചെറിയുന്നു. അങ്ങനെ ഒരുപാട് നേച്ചറിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഈ എല്ലാ പ്രവൃത്തികളും നമ്മുടെ പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്ക എന്താണ്? ഒരു നിമിഷം സങ്കടത്തിലാവുകയാണ്. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്. ഈ ഒരു ചെറിയ പെൺകുട്ടിയായ എനിക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്ന് അവൾ ചിന്തിക്കുകയാണ്. ഷീ വണ്ടേർഡ്. അവൾ അത്ഭുതത്തോടെ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. Rebecca decided to talk to her teacher about what she had learned. It's a big problem for the earth, her teacher explained. അവൾ ഒരു കാര്യം തീരുമാനിച്ചു. അവൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ട് ടീച്ചറോട് ഒന്ന് സംസാരിക്കാം. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഈ ഒരു കാര്യം, ഈ മഴയില്ലാത്ത ഈ ഒരു അവസ്ഥ നമ്മുടെ ഭൂമിക്ക് വളരെ വലിയൊരു പ്രശ്നമാണ്. ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ബട്ട് ദർ ആർ സർട്ടൈൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്തൊക്കെയാണ്? ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. നമ്മുടെ പ്രകൃതിയെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ആസ് റെബേക്ക വാക്ക്ഡ് ഹോം ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹർ വാട്ടർ ബോട്ടിൽ. അങ്ങനെ അവൾ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ച് പോയിക്കൊണ്ടിരിക്കെ അവൾ വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. അവൾക്ക് എന്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല. ഈ മഴയില്ലാത്ത അവസ്ഥയെ കുറിച്ചിട്ടും അതെങ്ങനെ നമ്മുടെ പ്രകൃതിനെ, നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അവൾക്ക് നിർത്താനേ കഴിയുന്നില്ല. Then she gets an idea. I have learned so much about climate change, she thought. It would help if everyone knew about this problem. Then together we could work out a solution. എന്താണ്? അവൾക്കൊരു ഐഡിയ മനസ്സിൽ വരികയാണ്. എന്താണ് ഐഡിയ? ഇപ്പോൾ ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ കാര്യങ്ങളെ എല്ലാവർക്കും പഠിപ്പിക്കുകയാണെങ്കിൽ, എല്ലാവരും അറിയുകയാണെങ്കിൽ, എല്ലാവർക്കും കൂടെ ദെൻ ടുഗദർ, എല്ലാവർക്കും പരസ്പരം എല്ലാവരും കൂടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുമല്ലോ എന്ന് അവൾക്ക് ഒരു ഐഡിയ വരികയാണ്. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അടുത്ത ദിവസം റെബേക്ക അവളുടെ ടീച്ചറിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും ചേഞ്ചിങ് വെതറിനെ കുറിച്ചിട്ടും പിന്നെ മനുഷ്യന്മാർ നേച്ചറിനോട് കാണിക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ലെസൺ, ഒരു സെഷൻ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റെബേക്ക ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. The teacher gladly gave them a detailed session as requested. ടീച്ചർ എന്താണ്? സന്തോഷത്തോടുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ എടുത്തു കൊടുക്കുകയും ചെയ്തു. ഗ്ലാഡ്ലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടെ. At the end of the class, Rebecca stood up. She asked everyone in her class to go home and teach their parents about what they had learned. എന്താണ്? ടീച്ചർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റെബേക്ക എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, എല്ലാവരും ഇനി വീട്ടിൽ പോയിട്ട്
നിങ്ങൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും, ടീച്ചർ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാരൻസിനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ടോക്ക് എന്തായി മാറി? എങ്ങനെയാണ് നേച്ചറിനെ മനുഷ്യന്മാർ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ചായി എല്ലാവരുടെയും സംസാരം. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള എൽഡേഴ്സ് എല്ലാവരും കൂടെ, മുതിർന്ന ആളുകൾ എല്ലാവരും കൂടെ റെബേക്കയുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. എന്തിനുള്ള മീറ്റിംഗ് ആയിരുന്നു? നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വെച്ചത്. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അവരെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം എന്താണ്? വലിയൊരു പ്രശ്നമാണ് അല്ലേ? ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെറ്റ്. അതിലുള്ള ഒരു മുതിർന്ന ആൾ പറയുകയാണ്, നമുക്ക് കെനിയയുടെ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതാം എന്ന് പറയുകയാണ്. He needs to know that we cannot live without rain. Then maybe he will implement laws to stop harming nature. നമുക്ക് മഴയില്ലാതെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാം എന്നും കൂടെ അവർ പറയുകയാണ്. റെബേക്ക took the letter and shared it with her classmates. റെബേക്ക കത്തെഴുതിയിട്ട് അവളുടെ ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? They asked their family members to sign their names at the bottom to show their support. ആ ലെറ്ററിന് താഴെയായിട്ട് അവരുടെ എല്ലാവരുടെയും നെയിമും സൈനും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവരുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ സപ്പോർട്ട് ആ ഒരു ലെറ്ററിന് ഉണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. In Nairobi, the president read the letter from the Maasai community. നൈറോബിയിൽ വെച്ചിട്ട് കെനിയയുടെ പ്രസിഡന്റ് ഈ മസായ് കമ്മ്യൂണിറ്റിയുടെ ലെറ്റർ കണ്ടു. He received many other letters from other parts of the country too. ഈ കെനിയയിലുള്ള മറ്റ് പല ഭാഗത്തു നിന്നും ഉള്ള ലെറ്റേഴ്സും കൂടെ ഈ പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ട്. I need to help Kenya to protect nature, he thought. പ്രസിഡന്റ് ചിന്തിക്കുകയാണ്, എനിക്കെന്താണ് കെനിയയിലുള്ള ആളുകളെയും കെനിയത്തെ നേച്ചറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമാൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. പ്രസിഡന്റ് എന്ത് പറയാണ്? എല്ലാ ആളുകളോടും, ആ രാജ്യത്തുള്ള കെനിയയിലുള്ള എല്ലാ ആളുകളും അവരുടെ വീട്ടിന് പുറത്ത് ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുകയാണ്. ഇൻ ദ മസായ് കമ്മ്യൂണിറ്റി എവ്രി വൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. മസായ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും ആ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. റെബേക്ക ആൻഡ് ഹർ മദർ ഡഗ് എ ഹോൾ ടുഗദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. റെബേക്കയും റെബേക്കയുടെ അമ്മയും കൂടെ ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് ഒരു നല്ലൊരു തൈ നട്ടു. ഡഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അറ്റ് റെബേക്കാസ് സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. റെബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ എന്താണ്, എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. എന്നിട്ട് പ്രിൻസിപ്പൾ റെബേക്കേനെ പ്രിൻസിപ്പളിൻ്റെ അടുത്തോട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാവരും സഹായിക്കുകയും ചെയ്യണം എന്നും കൂടെ പ്രിൻസിപ്പൽ പറഞ്ഞു. Then, but we would like to thank Rebecca for helping us learn and make a change. പക്ഷേ നമ്മൾ ഇവിടെ റെബേക്കക്ക് അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരും സഹായിക്കുകയും ചെയ്യണം. ദ പ്രിൻസിപ്പൽ സെഡ്. പ്രിൻസിപ്പൽ അങ്ങനെ പറഞ്ഞു. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് അസ് ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരികയും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി സഹായിച്ച റെബേക്കക്ക് ഞാനിവിടെ നന്ദി പറയുകയാണ്.
Imagine how beautiful the world would be if we all helped our community, he added. പിന്നെ പ്രിൻസിപ്പൾ ഈ കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകം എത്ര സുന്ദരമായിരിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നും കൂടെ പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു. റബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റബേക്കക്ക് വളരെ സന്തോഷമായി. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹർ കമ്മ്യൂണിറ്റി. അവിടെ നിന്നുകൊണ്ട് റബേക്ക വേറെ കാര്യം ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഈ നേച്ചറിനും ഈ പ്രകൃതിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നും കൂടെ റബേക്ക ആ ഒരു മൊമെൻറ്റിൽ ചിന്തിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു സ്റ്റോറി. റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ടൈറ്റിൽ വരാനുള്ള കാരണം ഇപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? റബേക്ക കാരണം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ചേഞ്ചസ് കൊണ്ടുവന്നു. റബേക്ക എന്ത് ചേഞ്ചാണ് കൊണ്ടുവന്നത്? പല കാര്യങ്ങളും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു തീരുമാനം എടുത്ത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ നാടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.